ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേതൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി പെരി പെരി ചിക്കൻ റൈസിൻ്റെ റെസിപ്പിയായിട്ട് ഇന്നത്തേൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമ്മുടെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ചധികം ഉണക്കമുളക് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തു. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 3 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടത് നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചുടുവെള്ളത്തിലിട്ട് വെച്ച ഉണക്കമുളകും അതുപോലെ തന്നെ ക്യാപ്സിക്കം 2 ക്യാപ്സിക്കായിട്ട് എടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ബൾബ് വെളുത്തുള്ളി തൊലി കളഞ്ഞിട്ട് ചതയ്ക്കൊന്നും ചെയ്യാതെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അങ്ങനെ തന്നെ നമ്മുടെ സവാള പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂണ് മുളക് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എരിവ് ഓവർ ഉണ്ടാവില്ലല്ലോ. മറ്റേത് നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഓൾറെഡി എരിവ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് മുളക് പൊടി നല്ല എരിവുള്ളതൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ശേഷം ഇതാ ഞാൻ ചിക്കനൊക്കെ നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് പകുതി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം സ്റ്റൗവിൽ വലിയൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ റൈസ് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിലിൽ തന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പു, ചെറിയ ജീരകം 1/2 ടീസ്പൂണ് ചെറിയ ജീരകം. അപ്പോൾ എൻ്റെ അടുത്ത് ഏലക്ക ഇല്ലാത്തതുകൊണ്ട് പട്ട, ഗ്രാമ്പൂ, ജീരകം മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾ ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 സവാള പൊടിയായിട്ട് അരിഞ്ഞതും അതുപോലെ ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുത്ത പേസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ മെയിൻ സംഭവം. ഇതെന്തായാലും മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ആ പെരി പെരി റൈസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതാട്ടോ. ഈ ഒരു മസാലയാണ് നമ്മൾ അരച്ച് വെച്ച. അപ്പോൾ അങ്ങനെ അത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ബസ്മതി റൈസ് ആണെങ്കിൽ ഒരു പാത്രമാണ് അത് നിറച്ചുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിന് നിറച്ചും വെള്ളം എടുക്കുക കേട്ടോ. അരപ്പാത്രമാണെങ്കിൽ അരപ്പാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്ലാതെ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാത്ത അരിയൊക്കെ ആകുമ്പോൾ 1/4, ഒരു പാട്ടരിക്ക് 1/4, അതുപോലെ 1.5 ഒക്കെ വേണ്ടി വരും കേട്ടോ വെള്ളം. ഇത് നല്ല പോലെ സോക്കായ റൈസാണ്. അതുകൊണ്ട് നമുക്ക് റൈസ് എത്രയേ ഉള്ളൂ അതിൻ്റെ ആ ലെവലിനുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് മൂടി വെച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കുക. വെള്ളം വറ്റി വരുമ്പം ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്ക് ചിക്കന് റെഡിയാക്കി എടുക്കാം കേട്ടോ. പെരി പെരി ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റിയിട്ടുള്ള ആ ഒരു പേസ്റ്റ് ചേർത്ത് ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കുന്നത് ഇൻസ്റ്റയിൽ റീല് കണ്ടതായിരുന്നു. ഫസ്റ്റ് ടൈമായിട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാൻ.
അപ്പോൾ അതാ നല്ലൊരു ഫ്ലേവറായിരുന്നു കേട്ടോ ഈ ഒരു ചിക്കനക്കൊക്കെ, ആ ക്യാപ്സിക്കത്തിൻ്റെയും അതുപോലെ ഉണക്കമുളകിൻ്റെ ഒക്കെ വന്നിട്ട്. അങ്ങനെ അതാ നമ്മുടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് ചിക്കനൊക്കെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ പരിപാടി കഴിയുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. റൈസ് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും ഒക്കെ കുറേ സാധനങ്ങളൊന്നും വേണ്ട, എന്നാലും നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അങ്ങനെ ഇതാ നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ടൊമാറ്റോ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ പറയില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു റൈസ് കഴിക്കാൻ കേട്ടോ. പെരി പെരി ചിക്കൻ റൈസ് എന്നാണ് ഈ ഒരു റെസിപ്പിൻ്റെ പേര്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്, അസ്സലാമു അലൈക്കും.